അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനികളായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ മറ്റൊരു വിഷയവുമായി കൊണ്ടാണ് ഈ ഗ്രൂപ്പിൽ അഭിമുഖീകരിക്കുന്നത്, അഥവാ ഷറഹുൽ ഹംസിയ്യ. ഹംസിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥം കുറെ ബെയ്ത്തുകളാണ്, 400 ചില്ലാനം ബെയ്ത്തുകൾ അതിലുണ്ട്. ഇതൊരു പദ്യമാണ്, പാട്ടാണ്. നബിയെ മദ്ഹ് ചെയ്തുണ്ടാക്കിയതായ ഒരു കാവ്യശകലം, അതാണ് ഹംസിയ്യ. ലാസ്റ്റൊക്കെ ഹംസായി മാറും, അതുകൊണ്ടാണ് ഹംസിയ്യ എന്ന് വരുന്നത്. അപ്പോ ഈ പറയുന്ന ഹംസിയ്യ എന്നതിനെ ഉണ്ടാക്കിയത് ആര് എന്ന് ചോദിക്കുകയാണ് എങ്കിൽ നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ ബുർഉദ്ദാഇ എന്ന് പറയുന്ന ഒരു പദ്യം, ഒരു ബെയ്ത്തിന്റെ പേരാണല്ലോ ബുർഉദ്ദാഇ. ആ ബെയ്ത്ത് രചിച്ചത് ആരാണ്? ബൂസൂരി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകളല്ലേ. മഹാനവറുടെ പേര് നമുക്ക് പറയുകയാണെങ്കിൽ അഷേഖ് ഷറഫുദ്ദീൻ അബു അബ്ദില്ലാഹ് മുഹമ്മദ് ബിനു സഈദ് ബിനു ഹമ്മാദ് ബിനു മുഹസ്ബിന് അബ്ദില്ലാഹ് ബിന് സ്വൻഹാജ് ബിന് ഹിലാൽ സ്വൻഹാജി എന്ന് പറയാം. ഈ മഹാനവറുകൾ തന്നെയാണ് ഹംസിയയും നിർമ്മിച്ചുണ്ടാക്കിയത്. അപ്പൊ ആ ഹംസിയക്കും ബുർഉദ്ദാനൊക്കെ കാരണക്കാരൻ ബഹുമാനപ്പെട്ട ബൂസൂരി റളിയല്ലാഹു അൻഹുവാണ്. മഹാനവറുകൾ പാട്ടിന്റെ കാര്യത്തിൽ അഗ്രഗണ്യനാണ്, നല്ല നിപുണനാണ്, സാഹിത്യകാരനാണ്. അറബി ശൈലി നല്ലോണം അറിയാം, നല്ല ഈണത്തിൽ പാട്ടുണ്ടാക്കാൻ അറിയാം. നബി തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ടൊക്കെ പാട്ടുണ്ടാക്കിയതാണ് ഇത്. അതുകൊണ്ട് മഹാനവറുകൾക്ക് എന്തെല്ലാം പേരുണ്ടറിയാം. അഷേഖുൽ ഇമാം, അൽ ആരിഫുൽ കാമിൽ ഹുമാം, അൽ മുത്തഫന്നിനു വൽ മുഹഖിഖു വൽ ബലീഗു വൽ അദീബുൽ മുദഖിഖു, ഇമാമു ശുഅറാഇ വ അഷ്അറുൽ ഉലമാഇ വ ബലീഗുൽ ഫുസഹാഇ വ അഫ്സുൽ ബുലഗാ എന്നൊക്കെ പേരുണ്ട്. ആരിഫാണ്, ഷെയ്ഖാണ്, ഇമാമാണ്, പരിപൂർണനായ ആളാണ്, നല്ല മനക്കരുത്തുള്ള ആളാണ്, പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളാണ്, ഉള്ളതുപോലെ പറയുന്ന ആളാണ്. അങ്ങേയറ്റത്തെ മര്യാദയും ചിട്ടയും സംസ്കാരമുള്ളവരാണ്. നല്ലോണം ദഖീഖാത്തുലൊക്കെ നല്ല അറിയുന്ന ഒരാളാണ്. ഏതൊരു കാര്യങ്ങളും അതിൻ്റെതായ ഉള്ളുപോലെ മനസ്സിലാക്കാൻ കഴിയും. പാട്ടുകാർക്ക് ഉള്ള ഇമാമാണ്. പണ്ഡിതർ വെച്ച് ഏറ്റവും നല്ല കാവ്യം പാടുന്ന ആളാണ്. സംസാര വൈഭവം, സാഹിത്യ അലങ്കാരം എന്നെല്ലാം സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച മഹാനാണ് ഈ നമ്മുടെ ബുർഉദ്ദാഇന്റെയും ഹംസിയ്യ എന്ന് പറയുന്നതിന്റെയും മുസന്നിഫ് അവറുകൾ. മഹാനവറുകൾക്ക് ജന്മം നൽകപ്പെട്ടത് ഹിജ്റ 608 608 മഹാനവറുകൾക്ക് ജന്മം നൽകപ്പെട്ടത്. മഹാനവറുടെ വഫാത്ത് 907-6 ഇങ്ങനെയാണ് മഖ്രിസി ഇമാമിന്റെ അഭിപ്രായം. എങ്കിൽ ഇമാം ഷെയ്ഖുൽ ഇസ്ലാം അസ്ഖലാനി തങ്ങൾ ശരിയാക്കി വെച്ചത് 904 697-6 അല്ലെങ്കിൽ 694 ഇങ്ങനെയാണ്. അപ്പൊ 694 മരിച്ചത് എന്നതാണ് യഥാർത്ഥമാക്കി വെച്ചത് ഷെയ്ഖുൽ ഇസ്ലാം അസ്ഖലാനി തങ്ങൾ. മഖ്രിസി ഇമാമിന്റെ അഭിപ്രായ പ്രകാരം 697-6 ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ടവരുടെ മാതാപിതാക്കൾ ഒരാള് ബൂസൈരി എന്ന് പറയുന്ന സ്ഥലത്തും മറ്റൊരാള് ദലാസ് എന്ന് പറയുന്ന സ്ഥലത്തുമായിരുന്നു. ദലാസി എന്നും ബൂസൈരി എന്നും കൂട്ടിച്ചേർത്തുകൊണ്ട് ദലാസൈരി എന്ന് പറയാറുണ്ട്. അങ്ങനെ അവസാനം സുമ്മസ്തഹറാബിൽ ബൂസൈരി അങ്ങനെ പോയി ബൂസൂരിതാക്കി നമ്മള്. ബൂസൈരി എന്ന പേരിലാണ് മഹാനവറുകൾ അറിയപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ വലിയൊരു സാഹിത്യ സമ്പുഷ്ടമായ നബിതങ്ങളുടെ മദ്ഹുകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ ഗ്രന്ഥമാണ് ഹംസിയ്യ. ഈ ഹംസിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഷറഹ് എഴുതിയ മഹാനാണ് ആര്? നമ്മുടെ തുഹ്ഫയുടെ മുസന്നിഫായ ഇബ്നു അബ്ദുൽ ഹൈതമി തങ്ങൾ. ഈ ഷറഹുൽ ഹംസിയ്യയുടെ പേര് നമുക്കെന്താ മനസ്സിലാക്കാം? അൽ മിനഹുൽ മക്കിയ്യ ഫി ഷറഹിൽ ഹംസിയ്യ എന്നതാണ്.
അപ്പൊ മിനകുൽ മക്കിയ എന്നതാണ് ഹംസിയ എന്ന് പറയുന്ന ഷറഹിന്റെ പേര്. ഈ മിനകുൽ മക്കിയയാണ് നമ്മൾ ഇവിടെ ഷറഹായി പറയുന്നത്. ഈ ഷറഹ് ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുമാകുന്നു. ഇങ്ങനെ ഇനി ആ ഹംസിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുള്ള ബൈത്തിന്റെ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൈഫ തർഖാ റുഖിയകൽ അംബിയാഉ യാ സമാഅൻ മാ ത്വവലത്ഹാ സമാഉ. അങ്ങനെയാണ് ഹംസിയയിലെ ബൈത്തിന്റെ തുടക്കം. അതിന്റെ അർത്ഥം നബിയുടെ ഓരോ പടി വെച്ചുള്ള മുന്നോട്ടുള്ള ഗമിച്ചുകൊണ്ടിരിക്കുന്ന കയറ്റം, ആ കയറ്റത്തിലേക്ക് മറ്റു അമ്പിയാക്കൾക്ക് എങ്ങനെ കയറാൻ കഴിയൂല. നബിന്റെ ശ്രേഷ്ഠത പറയുകയാണത്. ആകാശമേ, ആ നബിയുടെ കയറ്റങ്ങൾക്ക് മറ്റു ആകാശം വിജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ നബിയാകുന്ന ഈ സമാനെ എടുത്തത് നബിക്കാണ്. അപ്പൊ നബി, ആ നബിയുടെ കയറിപ്പോവലിന് മറ്റു അമ്പിയാക്കൾക്ക് എന്തായിട്ടില്ല, വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും ഉന്നത പദവി അലങ്കരിച്ച അസ്റഫുൽ ഖൽഖ്, അഫ്ദലുൽ മഖ്ലൂഖ് എന്നീ സ്ഥാനങ്ങളുള്ള പ്രവാചകരാണ് നമ്മുടെ നബി. അതാരെക്കൊണ്ടും കയറാൻ കഴിയൂല. അത്രയും വലിയൊരു പദവി അലങ്കരിച്ച മഹാനാണ് എന്നാണ് കൈഫ തർഖാ റുഖിയകൽ അംബിയാഉ യാ സമാഅൻ മാ തവലത്ഹാ സമാഉ എന്ന് പറഞ്ഞ ബൈത്തിന്റെ അർത്ഥം, സാരം. ഇനി അതിനെക്കുറിച്ചുള്ള വിശദീകരണം. കൈഫ എന്ന് പറയുന്നത് എന്തിനെല്ലാം ഉപയോഗിക്കും, അത് എന്തിന്റെ മേൽ മബിനിയായി വരേണ്ടതാണ്, ഇവിടെ ഇപ്പൊ എങ്ങനെ ഉള്ളത്. ആദ്യം കൈഫയെ കുറിച്ച് പറയാം. കൈഫ എന്നുള്ളത് ഫിൽ അസ്ലി, അടിസ്ഥാനത്തിൽ കൈഫയാവുന്നത് ഇസ്മും മബിനിയുൻ, ഒരു മബിനിയാക്കപ്പെടുന്ന ഇസ്മാണ്. എന്തുകൊണ്ട് മബിനിയായി എന്ന് ചോദിച്ചാൽ തളമ്മുനിഹി മഅന ഹർഫി ഷർത്തി, ഷർത്തിന്റെ ഹർഫിന്റെ അർത്ഥത്തെയോ അല്ലെങ്കിൽ ഇസ്തിഫാമിന്റെ അർത്ഥത്തെയോ, അവ ഇസ്തിഫാമിന്റെയോ ഷർത്തിന്റെയോ ഹർഫിന്റെ അർത്ഥത്തെ ഈ കൈഫ എന്നത് ഉൾപ്പെടുത്തി. അങ്ങനെ വരുമ്പോൾ അത് ഒരു മബിനിയ ഇസ്മാട്ട് നിൽക്കും. എന്തിന്റെ മേൽ മബിനിയ? അൽ ഫത്തിഹി, ഫത്തിഹിന്റെ മേൽ മബിനിയായിട്ടാണ് കൈഫ നിൽക്കുന്നത്. ഫത്തിഹിന്റെ മേൽ മബിനിയാവുക എന്ന് പറഞ്ഞാൽ ഹിഫത്തിഹി, അർക്കത്തിന്റെ കൂട്ടത്തിൽ ലഘുവായത് ഫത്തിഹ് അല്ലേ, അതുകൊണ്ട് വാല ഹർക്കത്തിൻ, ഇനി ഹർക്കത്തിന്റെ മേലും അത് വരും. അത് ഇൽത്തിഖായ് സാക്കിനേനി, രണ്ട് സുക്കൂനക്ഷരം ഒരുമിച്ച് കൂടുന്നതായ സമയത്ത് ഹർക്കത്തും വരും. ഇപ്പൊ ഇവിടെയുള്ളത് കൈഫ എന്നുള്ള ഫത്തിഹിന്റെ മേൽ മബിനിയാക്കിയിട്ട് പറഞ്ഞതാ. ഓ തെരിദൂലി ഷർത്തി, കൈഫ എന്ന് പറയുന്ന ഈ ഇസ്മ ഷർത്തിന്റെ മായനാക്ക് വരും. ഷർത്തിന്റെ മായനാക്ക് വന്നതിന് ഉദാഹരണമായിട്ട് ഖറജ അലൈഹ നവ യുംഫിഖു കൈഫ യശാ എന്ന ആയത്തിനെ ഷർത്തിന്റെ മായനാക്ക് കൈഫ ഉപയോഗിച്ചു എന്നതിന് പുറപ്പെടുവിച്ചതാണ് അത്. അങ്ങനെ ഷർത്തിന്റെ മായനാക്ക് കൈഫ വരുമ്പോൾ യുംഫിഖു കൈഫ യശാ, അവിടെ കൈഫ ഷർത്തായി വെക്കുമ്പോൾ ജവാബ് എവിടെയെന്നാ പിന്നെ ജവാബുഹു മഹദൂഫുൻ, അതിന്റെ ജവാബ് കളയപ്പെട്ടതാണ്. കളയപ്പെടുമ്പോ എന്താ കാരണം വേണ്ടേ? ദലാലത്തി മാ ഖബലഹു അലൈഹി, ജവാബ് ഇന്നതാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്നത് മുമ്പ് അവിടെ ഉണ്ട്. ആ മുമ്പുള്ളത് കൊണ്ടാണ് ജവാബിനെ കളഞ്ഞത്. മുമ്പേതായി യുംഫിഖു എന്നുള്ളതാ. അവ യുംഫിഖു കൈഫ യശാ, ഉദ്ദേശിച്ചാൽ അവൻ ചെലവഴിക്കും. അപ്പൊ അതൊരു യുംഫിക്ക് ശേഷമുണ്ട്, ഇവിടെ ജവാബ് അതായിരുന്നു എന്നുള്ളത് കൈഫിന് മുമ്പ് വന്ന യുംഫിഖു അറിയിച്ചു, അതുകൊണ്ട് കളഞ്ഞു എന്നാവാം. ഒരു ഇസ്തിഫ്ഹാമിനായിട്ട് വരുമെന്ന് പറഞ്ഞല്ലോ. അൽ ഗ്വാലിബു, ഗ്വാലിബിലും അധികവും ഉപയോഗിച്ചത് ഇസ്തിഫ്ഹാമിലാണ്, ഷർത്തിന് അപൂർവം. ഇസ്തിഫ്ഹാമിലായി വരുമ്പോ തന്നെ ഹഖീഖിയായിട്ടും മജാസിയായിട്ടുമുണ്ട്. ഇമ്മ ഹഖീഖിയൻ, ഒന്നിരിക്കൽ ഇസ്തിഫ്ഹാമ് ഹഖീഖിയായിട്ട് വരാം. നവ് കൈഫ സെയ്ദുൻ, സെയ്ദ് എങ്ങനെയുണ്ട്, ഇവിടുത്തെ കൈഫ ഇസ്തിഫ്ഹാമിയായി തന്നെ ഉപയോഗിച്ചതാ. ഔ വൈറഹു, അല്ലെങ്കിൽ ഹഖീഖി അല്ലാതെ വരാം. കമാ ഹുന, ഇവിടെ കൈഫ തുറക്കാന്നുള്ളടത്ത് കൈഫ ഹഖീഖിയായി ഉപയോഗിച്ചതല്ല. അവിടെ ചോദിക്കുകയല്ല ചെയ്യുന്നത്, ചോദിച്ചറിയുകയല്ല. പിന്നെന്താ ചെയ്യുന്നത്? ഇവിടെ ഹിയ, ഇവിടുത്തെ കൈഫാലിൽ ഇൻകാരി, അത് ഇൻകാറിനുള്ളതാണ്. എങ്ങനത്തെ ഇൻകാർ? അൽ മശൂബി ബി തഅജ്ജുബിൽ മുതളമ്മിനീ ലിൽ നഫി, നഫിയെ ഉൾപ്പെടുത്തുന്നതായ രീതിയിലുള്ള അത്ഭുതം.
അത്തരമൊരു അത്ഭുതത്തിനോട് കലർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻകാർ ഇവിടെ എങ്ങനെ നമ്മൾ ചോദിക്കുമല്ലോ. എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അത് കഴിയൂല. അപ്പോ കഴിയൂല എന്ന നഫി അവിടെ ഉണ്ട്. ആ നഫിയെ ഉൾപ്പെടുത്തും വിധം ഒരു അത്ഭുതത്തോടു കൂടി ചോദിച്ചതാ എങ്ങനെ. അപ്പൊ കൈഫ അങ്ങയുടെ കേറി ദറജകൾ കേറി പോയല്ലോ. അങ്ങനെ കേറിപ്പോകുന്ന ഓരോ ദറജകൾക്കും മറ്റുള്ള അമ്പിയാക്കൾ എങ്ങനെ കേറാനാണ് എന്ന അത്ഭുതത്തോടെ കൂടെ ചോദിച്ചിട്ട് കയറാൻ കഴിയൂല എന്ന് പറയാം. ഇതാണ് ഇൻകാർ. കമായുത്തി അത് ശേഷം വരുന്ന അങ്ങനെ തിരിയുക ചെയ്യും. ഈ രൂപത്തിലൊക്കെ വരും എന്ത് കൈഫ എന്നുള്ളത്. ഒരുപാട് വിഷയം കൈഫയെ കുറിച്ച് പറയുന്നുണ്ട്. ചുരുങ്ങിയ രീതിയിൽ ഇത് മതി. ബാക്കി ഇനി വിശാലമായി പഠിക്കണം എന്നുള്ളവർക്കുണ്ടെങ്കിൽ നഹ്വിന്റെ കിതാബുകളിലും ഇതുപോലെ മിനകുൽ മക്കിയ കയ്യിലുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാൻ കിട്ടും ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. തർക്ക. ഈ തെർക്ക എന്നതിനെ കുറിച്ച് പറയട്ടെ. കൈഫ തെർക്ക എന്ന് പറഞ്ഞല്ലോ. തെർക്ക എന്നുള്ളിടത്ത് റുഖിയ്യക്ക, തെർക്ക റുഖിയ്യക്ക എന്നുള്ളിടത്ത് ഹിസ്സിയായ റുഖിയയുണ്ട്, മാനവിയായ റുഖിയയുണ്ട്. ഹിസ്സിയായ റുഖിയ എന്ന് പറയുമ്പോൾ ആ മാനാക്ക് വരുന്ന തെർക്കയാണെങ്കിൽ, ഹിസ്സിയായ അർത്ഥത്തിന് വരുന്ന തർക്കയാണെങ്കിൽ മാലിഹി അപ്പൊ തർക്ക എന്ന് പറയുന്ന ഫീന്റെ മാലി വരിക കിസൂറിൽ കാഫി, കാഫിന് കെസർ കൊടുത്തിട്ടായിരിക്കും. മിൻ റഖിയ റഖിയായം മിൻ റഖിയ സുല്ലമ എന്ന് പറയല്ലോ, കോണിപ്പടി കേറി. അപ്പൊ കോണിപ്പടി കേറി എന്ന് വരുമ്പോ അവിടെ റഖിയ എന്ന മാലി ഉണ്ടാവുക. ആ റഖിയ എന്ന് പറയുന്ന മാലിയിൽ നിന്ന് വന്നതാണ് തർക്ക. അപ്പൊ ഇവിടെ ഹിസ്സിയായ കയറ്റം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കാണാൻ പറ്റുന്ന കയറ്റം എന്നർത്ഥം. പോകുമ്പോ അത് ഏതാണെന്ന് ചോദിച്ചാൽ റുഖിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബി ബദനിഹി യഖ്ലതൻ ബി മക്ക ലൈലത്തുൽ ഇസ്റാഇ ഖുബൈലൽ ഹിജ്റത്തി ഇല സമാഇ. ഇങ്ങനെയാ ഹബീബായ നബി തങ്ങളുടെ കേറലാണ്. എവിടെ ബി ബദനിഹി, വെറും ആത്മാവല്ല, സ്വപ്നമാണ്, ആത്മാവാണ്, ശരീരമാണ്. പല അഭിപ്രായങ്ങളും ഇവിടെയുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലം എന്ന് പറയുന്നിടത്ത് ബി അബ്ദിഹി എന്നതിന്റെ തഫ്സീർ നോക്കിയാൽ കാണും. അവിടെ പല അഭിപ്രായങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അബ്ദ് കൊണ്ട് തന്നെ മനസ്സിലാക്കാം അത് ബദൽ കൊണ്ട് തന്നെയാണ് എന്ന് ചുരുക്കം. അപ്പൊ ശരീരവും തന്നെ കൂടി ആത്മാവും ഒക്കെ കൂടി സാധാരണ ഗതിയിൽ നമ്മൾ കേറൂലേ, ഉണർവിലാണ്, സ്വപ്നത്തിലല്ല. ഇങ്ങനെ ശരീരവുമായി നേരെ നബി തങ്ങൾ കയറുന്നു. എവിടെ നബി മക്ക, മക്കയിൽ. എന്ന് ലൈലത്തുൽ ഇസ്രാഇ, റജബ് മാസത്തിലാണല്ലോ 25 രാവിലെ അന്ന് ഇസ്രാ മിറാജ് ഉണ്ടാകും. ആ ഇസ്രാഇന്റെ രാത്രിയിൽ ഖുബൈൽ ഹിജ്റത്തി, ഹിജ്റയ്ക്ക് പോകുന്നതിന് അല്പം മുമ്പ്. എവിടേക്കാണ് ഈ കയറ്റം? ഇലസമായി, ആകാശലോകത്തേക്ക് കയറുന്നു. ഇല സിദ്റത്തുൽ മുന്ത, പിന്നെ സമാം കഴിഞ്ഞ സിദ്റത്തുൽ മുന്തയിലേക്ക് പോകുന്നു. ثم إلى المستوى الذي سمع فيه سور الأقدام في تساريب الأقدار. ثم إلى المستوى, പിന്നെ സമമായി നിൽക്കുന്ന ഒരു മുസ്തവ എന്നുള്ള പ്രദേശം, അവിടേക്ക് കയറുന്നു. അല്ലദീ, എങ്ങനത്തെ മുസ്തവ? സമിഅ ഫീഹി, നബിതങ്ങൾ ആ മുസ്തവിൽ വെച്ചുകൊണ്ട് കേൾക്കുകയാണ്. സ്വരിൽ അഖ്ലാമി, പേനകളുടെ കിലുകില്ലാ ശബ്ദം. എവിടെ? വി തസാരീബിൽ അഖ്ദാരി, കണക്കുകളെല്ലാം ക്രോഡീകരിച്ച് രേഖപ്പെടുത്തുന്ന കൈകാര്യങ്ങളിൽ പേനകൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദത്തെ ഹബീബ നബിതങ്ങൾ അവിടുന്ന് കേൾക്കുന്നു. അതാണ് മുസ്തഫ. അവിടേക്ക് നബിതങ്ങൾ കയറുന്നു. പിന്നെയും കയറുകയാണ്. സുമ്മയിലൽ അർഷ്, പിന്നെ അർഷ്, റഫ് അങ്ങനെ പോയി. പിന്നെ റുഇയ്യത്തി, കേറാൻ പറ്റുന്ന, നേരിട്ട് കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി. വസമാഇൽ ഖിതാബി, നേർക്കുനേരെ അള്ളയും റസൂലുമായുള്ള സംഭാഷണ രീതി കേൾക്കുന്ന പരിധിയിലേക്ക് എത്തി. ബിൽ മുകാബഹത്തി വൽ കശ്ഫിൽ ഹഖീഖി, യഥാർത്ഥത്തിൽ എന്തൊക്കെ കാണാൻ പറ്റുമോ അള്ളാഹുവിനെ കാണുന്ന രീതികളെല്ലാം മറനീങ്ങി നേർക്കുനേരെ കാണുന്നു, നേർക്കുനേരെ സംസാരിക്കുന്നു. ഈ പരിധിയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ കയറിക്കൊണ്ടേയിരുന്നു. വൈരിദാലിക മിമ്മാലം യസിൽ ഇലൈഹി മലക്കും മുഖറബുൻ വലാ നബിയും മുർസലും, മുർസലും പ്രവാചകനുമായ ഒരാൾക്കോ മുഖറബായ ഒരു മലക്കിനോ പോലും എത്തിച്ചേരാൻ കഴിയാത്ത മറ്റു പല സ്ഥലങ്ങളുമുണ്ട്. അവിടേക്ക് വരെ നബി തങ്ങൾ കയറിക്കൊണ്ടേയിരുന്നു. ഈ ഒരു കയറ്റം ശരീരം കൊണ്ട് തന്നെയാണ്. ജഡവും പിന്നെ ആത്മാവും കൂടി ഉണർവിൽ തന്നെ, ഉറങ്ങാതെ തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഹിസ്സിയായ കയറ്റം. അപ്പോ ഹിസ്സിയായ കയറ്റമാണ്. കൈഫാ തർക്ക എന്നതിന് ഹിസ്സിയായ കയറ്റം വെക്കുമ്പോ തർക്കയുടെ മാതി എവിടുന്ന് വെക്കാം? റഖിയ എന്ന് മനസ്സിലാക്കാം. ഇനിയൊരു വേറൊരു മാനയും കൂടി ഇവിടെ കൊടുക്കാം. തർക്ക എന്നതിന്
വൽ മഅനവി മഅനവിയോ മഅനവിയായ കയറ്റമുണ്ട് ഇവിടെ തർക്കക്ക്. മഅനവി അവ ഹിസ്സിയാവൂല, കാണാൻ കഴിയൂല. അങ്ങനെ വരുമ്പോൾ അതിന്റെ മാളി എന്തായിരിക്കും? റഖാ ബിൽ ഫത്ഹി, ഫത്ത് കൊടുത്ത് റഖാ, റഖാ യർഖാ, റഖിയ യർഖാ. ഇങ്ങനെ രണ്ട് വിധത്തിലാണ്. രണ്ട് വിധത്തിൽ വരുമ്പോ അർത്ഥം മാറും. വഹുവ ഈ മഅനവിയായ കയറ്റം എങ്ങനെയാണ്? അത്തനഖുലു മിൻ കുല്ലി സിഫത്തിൻ കാമില. അതാണ് മറ്റേ നേർക്കുനേരെ തടിയുമായി കയറുമ്പോ ഹിസ്സിയാണ്. ഇനി ഇവിടെ തടി മാറുന്ന കയറ്റമല്ല പറയുന്നത്, മാനവീയ കയറ്റം. അതെങ്ങനെയെന്ന് ചോദിച്ചാല് അത്തനഖുലു മിൻ കുല്ലി സിഫത്തിൻ കാമില, പരിപൂർണ സിഫത്തുകൾ എല്ലാ സിഫത്തുകളിൽ നിന്നും നീങ്ങുന്നു. വഖുലുഖിൻ അലീം, വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ് നബി, അതിൽ നിന്നും നീങ്ങുന്നു. ഇലാ സിഫത്തിൻ നുഹറ, മറ്റൊരു സിഫത്തിലേക്ക് നീങ്ങിപ്പോകുന്നു. വഖുലുഖിൻ ആഖറു, ആ മറ്റൊരു ഈ സിഫത്ത് പരിപൂർണ ഈ സിഫത്തിൽ നിന്ന് മറ്റൊരു സിഫത്തിലേക്ക് നീങ്ങുമ്പോൾ ആ നീങ്ങപ്പെടുന്ന സിഫത്ത് ആദ്യത്തെ സിഫത്തിനേക്കാൾ അക്മലും അഅ്ളവുമാണ്. ആകദ ഇല മാല ഗായത്തലോ, ഇങ്ങനെ അറ്റമില്ലാത്തതിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ അറ്റമില്ലാത്തതിൽ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു മാനവീയായ അർത്ഥമാണ്. ഈ മാനവീയായ രീതിയിലും അർത്ഥം വെക്കാം. ഇങ്ങനെയാണ് തർക്കയുടെ രീതിയെങ്കിൽ ഫഫി കലാമിഹി, അപ്പോൾ നമ്മുടെ ബൗസൂരി ഇമാം കൊണ്ടുവന്ന ഈ കവിതയുടെ കലാമിൽ തർക്ക എന്ന് പറയുന്നതിൽ ഇസ്തിഇമാറുൽ മുശ്തറക് ഫി മഅനയൈഹി, ഹിസ്സി മഅനവി, ഇങ്ങനെ രണ്ടർത്ഥങ്ങളെ കൂറാക്കുന്നത് ഉപയോഗമുണ്ട്. രണ്ടർത്ഥത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന കൂറായ പദമാണ് തർക്ക എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അവൽ ജംഉ ബൈനൽ ഹഖീഖത്തി വൽ മജാസി, ഹഖീഖിയായ മഅന മജാസിയായ മഅന, ഈ രണ്ട് മഅനകൾക്കിടയിലും ഒരുമിച്ച് കൂട്ടൽ ഉണ്ട് തർക്ക എന്നതില്. വഹുവൽ അസഹു ഇൻദനാ ഫിൽ ഉസൂലി, അടിസ്ഥാനപരമായ കാര്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ അടുക്കൽ അസഹ് ഹഖീഖി മജാസി എന്നതിനാണ് ഇവിടെ പ്രാമുഖ്യം നൽകേണ്ടത്. അങ്ങനെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്തായി? കൈഫ മറ്റു പ്രവാചകന്മാരിൽ നബി അങ്ങ് ഇങ്ങനെ ഓരോ ഗോളങ്ങൾ കേറി 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 അള്ളാഹുലേക്ക് എത്തി ആർക്കും എത്താൻ ചേരാൻ കഴിയാത്ത ആ ഒരു പദവി കയറുവാൻ മറ്റുള്ള അമ്പ്യാക്കൾക്ക് എങ്ങനെ കഴിയാന്? അപഹിസിയെ. ഇനി മറ്റുള്ള പരിപൂർണ സ്വഭാവത്തിൽ നിന്ന് മറ്റൊരു സ്വഭാവത്തിലേക്ക് നബി നീങ്ങി നീങ്ങി അറ്റമില്ലാത്ത സ്വഭാവങ്ങളിലേക്ക് നീങ്ങി മാനവി. ഇങ്ങനെ രണ്ടർത്ഥം കുറിക്കാൻ പറ്റുന്ന തർക്കക്ക് ഈ രണ്ടർത്ഥം ഇവിടെ വെക്കാം. ഇത് രണ്ടും യോജിപ്പിക്കുന്ന ഒരർത്ഥത്തിലാണ് തർക്കയെ കൊണ്ടുവന്നത്. അതിനല്ലേ സാഹിത്യത്തിന്റെ അറബി സാഹിത്യത്തിലെ ആലങ്കാരിക പദമായി ഉപയോഗിക്കുക. അത് സാഹിത്യ രീതി തന്നെയല്ലേ. വല മുഖാബലിഹി, അസഹ് ഇങ്ങനെ പറയുമ്പോൾ അൽ മംഗൂലി അനിൽ അക്സരീന, അധിക ആളെ തൊട്ടും ഞെട്ടൽ ചെയ്യപ്പെട്ട അസഹിന്റെ മുഖാബലയുടെ അഭിപ്രായ പ്രകാരം എന്തുവരും? യകൂനു ഹാദാ മിൻ ഉമൂമിൽ മജാസി, അതൊരു മജാസ് ആമാണ്. ആമായ ഒരു മജാസ് എന്നൊരു നിലപാട് ഇതിന് വെക്കാനേ പറ്റുള്ളൂ എന്നാണ്. എന്തോ ആവട്ടെ, ഏതായാലും നമുക്ക് ഇങ്ങനെ വെക്കാം. കൈഫാ തർക്ക എന്നുള്ളിടത്ത് അസഹ് പ്രകാരം ഹഖീഖി മജാസ്, ഇസ്സിയാകുമ്പോ ഹഖീഖാവും മഅനവിയാകും മജാസുമാകും. ഈ രണ്ട് രൂപത്തിൽ ഉപയോഗിച്ചു കൊണ്ടുവന്നതാണ് തർക്ക എന്നുള്ളിടത്ത്. പിന്നെ അതിൽ പറയാനുള്ളത് അംബിയാ എന്നതാണ്. ജംഉ നബിയിൻ, നബിയുടെ ജമ്മാണ് അംബിയാ, അംബിയാക്കൾ. നബി എന്ന് പറയുമ്പോൾ ഏതാ വസന്? ഫഈൽ എന്ന വസനാണ്. ഫഈൽ എന്ന വസനാകുമ്പോൾ ഏതെല്ലാം അർത്ഥത്തിന് വരാം? ബിമഅന ഫാഇലിൻ ഔ മഫ്ഊലിൻ, ഫാഇലിന്റെയും മഫ്ഊലിന്റെയും അർത്ഥത്തിന് വരാൻ പറ്റുന്ന ഫഈൽ വസനാണ് നബിയിൻ എന്നുള്ളത്. എന്നാൽ എന്തിൽ നിന്നാണ് നബി എന്നതിനെ പിടിച്ചെടുത്തത്? മിൻ നബഇ, നബയിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. നബ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ബി ഹംസത്തിൻ, ഹംസയെ കൊണ്ട് നബ, അതിൽ നിന്നുള്ളതാണ്. വഖദുല്ല യുഹ്മദു, ചിലപ്പോൾ ഹംസ് കൊടുക്കാതെ പറയാം. കൊടുക്കാത്തത് തഖ്ഫീഫൻ, ലഘുവാക്കുവാൻ വേണ്ടി മിൻ നബ എന്നും പറയാം, നബ എന്നും പറയാം. നബ ആയാലും നബയായാലും എന്താണ് അർത്ഥം? ഓവൽ ഖബറു, വിവരണം നൽകുക എന്നുള്ളതാണ്. അപ്പൊ നബിയുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലി അന്നഹു, വിവരണം നൽകുക എന്ന് പറയാൻ കാരണം ലി അന്നഹു, ഈ നബി എന്നുള്ളത് മുഹിബിറുൻ വ മുഹിബറുൻ അനില്ലാഹി തആല, അങ്ങനെ രണ്ടർത്ഥത്തിന് വരുമല്ലോ. ഫഈൽ വസനാണ്. അപ്പൊ മുഹിബിറുൻ, ഫായിലാകുമ്പോ മുഹിബിറുൻ, മഫ്ഊലാകുമ്പോ മുഹിബറുൻ. അപ്പൊ എന്തായ അർത്ഥം? മുഹിബിറുൻ അനില്ലാഹി തആല, അള്ളാഹുവിനെ തൊട്ട് വിവരം നൽകുന്ന ആൾ എന്നായി മുഹിബിറാകുമ്പോ ഫായിന്റെ വസന് അർത്ഥം വെക്കുമ്പോ. അല്ല
മഖൂലിന്റെ അർത്ഥമാണ് വെക്കുന്നതെങ്കിൽ മുഖ്ബറുൻ അനില്ല, അള്ളാഹുവിനെ തൊട്ട് വർത്തമാനം നൽകപ്പെടുന്ന ആളാണ് ഇത് എന്നായി. അപ്പോ നബ് ഖബർ എന്ന മാനാക്കുള്ള നബ എടുത്തുകൊണ്ടാണ് നബി വന്നത്. ഇനി വേറൊന്നും കൂടി ഉണ്ട് നബി എന്ന് വരാൻ. ഔമിനൻ നബുവത്തി, നബുവത്ത് എന്നെടുത്തതാണ് നബിയെ. അപ്പൊ പല അവിടെ ഹംസില്ല. കാരണം അന്നഹു ഹംസില്ലാതെ നബുവത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താവും? മുർത്തബിഉൻ, ഉയരുന്ന ആള്, അല്ലെങ്കിൽ മർഫൂ റുതുബത്തി അലാ ഗൈരി മിനൽ ഖൽഖി, നബിയല്ലാത്ത അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടിജാലങ്ങളെക്കാൾ നബി തങ്ങളെന്താ സ്ഥാനം ഉയർത്തപ്പെട്ട ആള് എന്നാവും അർത്ഥം. നബി എന്ന് പറയുമ്പോൾ നബിയല്ല, നബി എന്ന് പറയുമ്പോൾ സാധാ വല്ലം കൂടിയിട്ട് നബി എന്ന് പറയുന്ന അർത്ഥം മറ്റു സൃഷ്ടികളെക്കാൾ സ്ഥാനം ഉയർത്തപ്പെട്ട ആള്, അല്ലെങ്കിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആള് എന്നായി. അപ്പൊ നബി എന്ന് പറയുന്നതിനെ നബ് എന്നതിൽ നബുവത്തി എന്നൊന്നും പിടിക്കപ്പെട്ടെന്ന് മനസ്സിലായല്ലോ. അത് നബ് എന്നാണെങ്കിൽ ഖബർ എന്ന അർത്ഥത്തിന് വരും. നബുവത്തി എന്നാണെങ്കിൽ മുർത്തബി എന്നും അല്ലെങ്കിൽ മർഫൂ റുതുബത്തി എന്ന അർത്ഥത്തിനും വരാൻ നോക്കാം. എങ്ങനെയായാലും ആ നബി ഇവിടെ ജമ്മാണ് അംബിയ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ സംശയം വരാനുണ്ട്. ശറഅ് നോക്കുമ്പോൾ ഒന്ന് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചിട്ടുണ്ടല്ലോ എന്ത്? വനൈഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഹ്മൂസി, ഹംസയെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ തടഞ്ഞിട്ടുണ്ടല്ലോ. ബിഖൗലി, നബിന്റെ വാക്കുകൊണ്ട്. ലാ തഖൂലു യാ നബി അല്ലാഹി ബിൽ ഹംസി, ഹംസ കൊടുത്തുകൊണ്ട് നബി അല്ലാഹ് എന്ന് പറയരുത്. പിന്നെ നിങ്ങൾ എന്ത് പറയണം? ബൽ, നിങ്ങൾ പറയുക ഖൂലു യാ നബി അല്ലാഹ് ബിലാ ഹംസിൻ, ഹംസില്ലാതെ യാ നബി അല്ലാഹ് എന്നല്ലേ പറയേണ്ടത്. സാധാരണ നമ്മളിപ്പോ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾ യാ നബി അല്ലാഹ് എന്ന് പറഞ്ഞോളൂ, യാ നബി അല്ലാഹ് എന്ന് പറയരുതെന്നാണ്. ഇവിടെ ഹംസിന് നബ് എന്ന് വരുമ്പോ നബി എന്ന് പറയുന്നു, നബുവത്തിൽ നിന്ന് നബി എന്ന് പറയുന്നു. അപ്പൊ നബി എന്ന് പറയാൻ പറ്റൂല, നബി എന്നല്ലേ റസൂലുള്ളാഹി പഠിപ്പിച്ചത് എന്നതാ. അതിന് ഇവിടെ മറുപടി ഉണ്ട്. അന്നഹു, നിശ്ചയമായിട്ട് നബി തങ്ങൾ അങ്ങനെയാ നെഹി ചെയ്തത്. അത് എരിതു, ചിലപ്പോൾ ഈ നബി എന്നുള്ളത് വരാറുണ്ട്. ഈ മാന ത്വരീതി, ആട്ടിയോടിക്ക റഹ്മത്തും നൽകപ്പെടാൻ കഴിയാത്ത ആള് നർത്തണ്ട്. ആട്ടിയോടിക്കപ്പെടുന്ന ആളെന്നൊക്കെ അർത്ഥം വരും. ഇങ്ങനൊരു അപലക്ഷണമായി വരുന്നൊരു അർത്ഥമുണ്ട് അവിടെ. അതുകൊണ്ടാണ് നബി തങ്ങൾ നബി എന്ന് പറയരുത്, നബി എന്ന് പറയണമെന്ന് കൽപ്പിച്ചത്. അങ്ങനെ ഹസിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബ നബി തങ്ങൾ ഭയന്നുപോയി. ഫിൽ ഇബ്തിദായി, തുടക്കത്തിലൊക്കെ ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നുള്ളൂ. അങ്ങനെ കടന്നു വരുമ്പോൾ ഇസ്ലാമിൽ അവർ ഉറക്കുന്നതിന് മുമ്പ് ഈ പദം കേട്ട് കഴിഞ്ഞാൽ അപകടമായി വരും. അപ്പൊ തുടക്കത്തിലൊക്കെ ഇങ്ങനെ യാ നബി അല്ലാ എന്ന് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു അർത്ഥം അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ സബുഖ ഹാദൽ മായനി ഇലാ ബഅദുൽ അദ്ഹാനി, ചില ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ഇത്തരം ഒരു ആശയം കടന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കടക്കലിനെ നബി തങ്ങൾ ഭയന്നതുകൊണ്ടാണ് നബി തടഞ്ഞത്. പിന്നെ ഫനഹാഹും അൻഹു, അപ്പോൾ അതിനെ തൊട്ട് നബി തടഞ്ഞു കഴിഞ്ഞു. അത് തടയേണ്ടത് തന്നെയാണ്, തെറ്റായ ധാരണ കടന്നുകൂടാൻ പാടില്ലല്ലോ. അങ്ങനെ ഫലമ്മ കവിയ ഇസ്ലാമുകും തവാത്തറത്ത് ബിൽ ഖിറാഅത്തു, അങ്ങനെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഇസ്ലാമിൽ ഉറച്ചു, ഈമാൻ ശക്തമായി. ഇനി അവർക്ക് സംശയം ഒന്നിനും വരികയില്ല. ആ നിലപാടിൽ എത്തിയപ്പോൾ ഓത്തൊക്കെ ഇതേ രൂപത്തിൽ തന്നെ ആർക്കും എതിർക്കാൻ കഴിയാതെ മുത്തവാത്തിറായി വരികയും ചെയ്തു. യാ നബി അല്ലാഹ് എന്നൊക്കെ ലോത്തൊക്കെ വരാറുണ്ട്. ഇങ്ങനെ വന്നപ്പോ നുസിഖൻ നഹിയു അൻഹു, പിന്നെ അതിനെ തൊട്ടെന്തായി, അല്ലെങ്കിൽ നസഖൻ നബി നഹിയ അൻഹു, അത്തരം ഒരു കാര്യം ഇനി പറയണ്ടെന്നല്ല നബി തങ്ങൾ പറഞ്ഞു. ആ നഹി ദുർബലപ്പെടുത്തി. അപ്പൊ യാ നബി അല്ലാഹ് എന്ന് പറയും, കുഴപ്പമില്ലാതെ ഇങ്ങനെ വന്നു. അത് നെഹി ചെയ്യേണ്ടി ആ നെഹിയെ നെസ്ക് ചെയ്യേണ്ടി വന്നത് എന്താ? സവാരി സബബിഹി, അതിന്റെ കാലോടെ നീങ്ങിപ്പോയി. ഇനി പേടിക്കേണ്ടല്ല, പേടിയിലുണ്ടായിരുന്നു, ആ പേടി നീങ്ങിപ്പോയി. ഇങ്ങനെയാണ് ആ ഹദീസിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞ നെഹിയെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അത് കണ്ട് ആരും പേടിക്കേണ്ടതില്ല എന്നാണ് ഷാരി ഇവിടെ കൊടുത്തതിന്റെ ലക്ഷ്യം. ഇനി നമുക്ക് നബി എന്ന് പറഞ്ഞാൽ ആരാകുന്നു? എല്ലാവർക്കും നബി ആകാൻ പറ്റോ? ബഹുവ, നബി എന്ന് പറയുന്ന ആള് ദക്കറുൻ, ആണാണ്. ബനി ആദമ, മനുഷ്യവർഗത്തിൽപ്പെട്ട ആണാണ്. ഹുറുൻ, സ്വതന്ത്രനാവണം. സാലിമും മിൻ മൻഫാർ, വെറുക്കപ്പെടുന്ന ഏതെല്ലാം സംഗതിയുണ്ടോ, ഓടിപ്പോകുന്ന ജനങ്ങൾ അകന്നു പോകുന്ന ഏതെല്ലാം കാര്യമുണ്ടോ അതിനെ തൊട്ടൊക്കെ രക്ഷപ്പെട്ട ആളായിരിക്കുകയും വേണം ഈ നബി. അതിന്റെ ഉദാഹരണം അമൻ, അന്ധനാവുക. അന്ധനായി കഴിഞ്ഞാൽ ആർക്കും വലിയൊരു തൃപ്തി ഉണ്ടാവില്ലല്ലോ. അങ്ങനത്തെ ഒന്നും പ്രവാചകന്മാർക്കില്ല. അപ്പൊ ജനങ്ങൾ ഓടിപ്പോകുന്ന, മോശമായി കാണുന്ന ഒന്നും പ്രവാചകന്മാർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നല്ലേ. അങ്ങനെ വരുമ്പോ ഇവിടെ അന്ധത ഉദാഹരണം കാണിക്കുമ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം, ഷുഐബ് നബി അലൈഹിസ്സലാം
വമാ വഖാലി യാക്കൂബ വ ശുഐബ്, ശുഐബ് നബി അലൈഹി ഇസ്ലാമിന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് സംഭവിച്ച കഥയോ ഒരു കണ്ണ് കാണാതെ ആയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. അത് ലം യക്കുൻ അമൻ ഹഖീഖിയൻ, യഥാർത്ഥ രൂപത്തിലുള്ള അന്ധനായിട്ടില്ല അവർ. ആ അന്ധത എവിടെ പറയുന്നത്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കാണാത്തതിന്റെ പേര് സംഭവിച്ചൊരു കാഴ്ചയാണ്. ഹഖീഖിയായ അന്ധന്മാരല്ല അവരൊന്നും എന്നർത്ഥം. ഇതുപോലെ തന്നെയാണ് കദാലിക ബലാഉ അയ്യൂബ് അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പരീക്ഷണം. അതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് വരുമ്പോൾ അതിനാൽ വരുന്ന സംശയത്തെ ദൂരീകരിക്കുകയാണ് ഇബ്നു ഹജറത്ത് ഹൈതമി തങ്ങൾ ശറഹുൽ ഹംസയുടെ ചെയ്യുന്നത്. എന്തുകൊണ്ട്? ആ പരീക്ഷണം യസ്തഖിറ, അത് നിലനിന്നിട്ടില്ലല്ലോ. ഒരു പരീക്ഷണം നടത്തി എന്നേ ഉള്ളൂ, അത് മരിക്കുന്ന കാലം വരെ ഉണ്ടായിട്ടില്ല. ബൽ പിന്നെയോ സ്വാറ ബദലുഹു ബഅദ ഷിഫാഇ, ആ രോഗം അല്ലാഹു തആല ശിഫ നൽകി. ചരിത്രം നമുക്ക് സുപരിചിതമാണ്, അറിയുന്നവരാണ്. ആ രോഗം ഷിഫയായതിനു ശേഷം പിന്നെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പുണ്യ ശരീരമായി. അജ്മല മിന്നു ഖബലു, ഈ ശരീരം ഇപ്പോൾ വന്ന അഴക് എത്രയുണ്ടോ, ഈ അഴക് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ശരീരമെങ്കിൽ അതിനേക്കാൾ അഴകായി മാറി ഇപ്പോൾ. ഇങ്ങനത്തെ സംഗതികളൊന്നും ഉണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങനെയുള്ളൂ. ഇതൊന്നുമല്ലാത്ത രീതിയിലുള്ള ന്യൂനതകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊന്നും ന്യൂനതകളല്ല, ഇതൊക്കെ പുണ്യം തന്നെയാണ്. അതിനാണ് ഇത് വിശദീകരിച്ച് തന്നത്. അപ്പോ ആണായിരിക്കണം, മനുഷ്യവർഗത്തിൽപ്പെട്ട ആളായിരിക്കണം, സ്വതന്ത്രനായിരിക്കണം, എല്ലാ ന്യൂനതകളൊട്ടും രക്ഷപ്പെട്ട ആളായിരിക്കണം. പോരാ ഊഹയിലേഹി, ആ ഒരു ആണിലേക്ക് ദിവ്യ സന്ദേശം നൽകപ്പെട്ടു ബിശറഅൻ, ഒരു ഇസ്ലാമിക നിയമം കൊണ്ട്, ശരീഅത്ത് കൊണ്ട്. വലൻ യുഅ്മറു ബിത്തബ്ലീഗി, ആ ശരീഅത്തിനെ എത്തിച്ചു കൊടുക്കണം സമുദായത്തിലേക്ക് എന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. അങ്ങനത്തെ ഒരാൾക്ക് നബി എന്ന് പറയാം. ഫഇൻ ഉമിറ, എത്തിച്ചു കൊടുക്കണം എന്ന് കൽപ്പിക്കപ്പെട്ടാൽ ഫറസൂലുൻ, അയതൻ നബി ആയതുപോലെ അയാൾ റസൂലുമാണ്. അപ്പൊ നബിയും റസൂലുമാണ്. വഇല്ലം യകുല്ലഹു കിതാബുൻ, അയാൾക്കൊരു ഗ്രന്ഥം ഇല്ല എന്നാൽ പോലും വലാ നസ്ഖു ലിശറഇ മൻ ഖബലഹു, മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കുള്ള നിയമങ്ങളെ നസ്ഖും ചെയ്തിട്ടില്ല, കിതാബും ഇയാൾക്കില്ല എങ്കിൽ പോലും ഒരു നിയമമായി ഇയാളെ സന്ദേശം നൽകി തബ്ലീഗ് ഇല്ല എങ്കിൽ അയാൾ നബിയാണ്, തബ്ലീഗ് ഉണ്ട് എങ്കിൽ അയാൾ പ്രവാചകനുമാണ്. അലൽ അശ്അരി, അഭിപ്രായ ഭിന്നത അതിലുണ്ട്. ബലപ്പെട്ട മശൂറായ അഭിപ്രായം ഇങ്ങനെയാണ്. അപ്പൊ തബ്ലീഗ് കൊണ്ടുണ്ടായാൽ റസൂലായി, തബ്ലീഗ് ഇല്ലെങ്കിൽ നബിയായി. അപ്പൊ റസൂലായക്ക് നബിയാവാം. നബിയെല്ലാം എന്താവൂല, റസൂലാവൂല. അപ്പൊ റസൂലു, അപ്പൊ റസൂൽ എന്ന് പറയുന്നത് അഹസ്സു മുത്ലഖൻ മിനൻ നബിയ്യി, നബിയേക്കാൾ മുത്ലഖ് നിലപാടിലൂടെ അഹസ്സായി നിൽക്കുന്ന ഒന്നാണ് റസൂല്. അപ്പൊ എല്ലാ നബിയും എന്തല്ല, റസൂലല്ല. എല്ലാ റസൂലും നബിയാണ്. അപ്പൊ ബാഗുൽ അംബിയാ റസൂലുൻ കുല്ലു റസൂലിൻ നബിയുൻ, ഇങ്ങനെ വരാം. വലാ യുത്ലഖു അലാ ഗൈറിൽ ആദമിയ്യി, നബി എന്നൊക്കെയുള്ളത് റസൂൽ അല്ല നബി. നബി എന്നുള്ളത് മനുഷ്യരല്ലാത്തവരുടെ മേൽ പറയപ്പെടൂല. അതുകൊണ്ടാണ് ബനി ആദമ എന്നെടുത്തത്. ആരെപ്പോലെ കൽ മലക്ക് നബി എന്ന് പറയൂല. വൽ ജിന്നിനെ പോലെ ജിന്നി നബിയാണോ റസൂലാണെന്നും പറയൂല. ഇല്ലാ മുഖയ്യതൻ, റസൂലാണെന്ന് മലക്കിനെ കുറിച്ചോ ജിന്നിനെ കുറിച്ചോ പറയുന്നുണ്ടെങ്കിൽ തന്നെ മുഖയ്യതൻ, ഒരു കൈത് കൊടുത്തിട്ടേ പറയുള്ളൂ. അതാണ് മുത്ലഖൻ നഖസ് എന്ന് പറഞ്ഞത്. മനുഷ്യവർഗത്തിൽപ്പെട്ട റസൂലാകുമ്പോൾ കൈതേ ഇല്ല. മലക്കോ ജിന്നൊക്കെ ആണെങ്കിൽ റസൂലാകുമ്പോൾ കൈതുണ്ട്, മുഖയ്യതായിട്ടല്ലാതെ റസൂൽ എന്ന് പറയൂല. വമിൻഹു, അങ്ങനെ മുഖയ്യതായിക്കൊണ്ട് റസൂലായി വന്നതിൽ പെട്ടതാണ് ജാഇലിൽ മലായികത്തി റുസുല, മലക്കുകളെ ദൂതന്മാരായി ആക്കുന്ന ആള്. അല്ലാഹു യസ്തവി മിനൽ മലായികത്തി റുസുല വമിനൻ നാസി, മലക്കുകളിൽ നിന്ന് ദൂതന്മാരെ അല്ലാഹു തആല തെരഞ്ഞെടുക്കും എന്നൊക്കെ പറയുന്നത് ഇവിടെ മുഖയ്യതായിട്ടുള്ള റസൂല. എന്തോടുകൂടെ അല അന്ന മഅനൽ ഇർസാൽ ബിഹിമ, ഇവിടെ രണ്ട് വർഗത്തിൽ നിന്നും ഇർസാൽ ഉണ്ടല്ലോ. ആ ഇർസാലിന്റെ അർത്ഥം വയറുഹു ഫിൽ അവലി, ആദ്യം പറഞ്ഞ മുർസിൽ എന്താണോ അർത്ഥം പറഞ്ഞത് ആ ഇർസാലിന്റെ അർത്ഥമല്ല ഈ രണ്ടിലുള്ള ഇർസാലിന്റെ അർത്ഥം. കാരണം ഇത് ഹുവ ഫീഹി, ഇതിലുള്ളതായിരിക്കുന്ന ഇർസാലിന്റെ അർത്ഥം ഈഹാഉ മാ യതഅബ്ബദു ബിഹി ഹുവ വ ഉമ്മത്തുഹു. ആദ്യം പറഞ്ഞതിലുള്ള ഈ ഇർസാലിന്റെ അർത്ഥം ഈഹാഉ മാ യതഅബ്ബദു ബിഹി ഹുവ വ ഉമ്മത്തുഹു, നബിയും ആ നബിയുടെ സമുദായവും ആരാധിക്കാൻ പറ്റുന്ന ഏതോ കാര്യമുണ്ടോ അത്തരം കാര്യങ്ങളെ അവരിലേക്ക് വഴി നൽകപ്പെട്ടിട്ടുണ്ട്, ആ നബിയിലേക്ക്, ആ റുസുലിലേക്ക്. അതാണ് മനുഷ്യവർഗത്തിലുള്ളത്. ഇവിടെ മലക്ക് ജിന്ന് എന്നൊക്കെ പറയുന്നതിൽ റുസുൽ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഈ രണ്ട് ആയത്തിൽ കൊടുത്ത റുസുൽ ഫീഹിമ,
ഈ രണ്ട് ആയത്തിലുള്ള റുസുലി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനുഷ്യവർഗത്തിലെ റുസിന്റെ അർത്ഥം പോലെയല്ല. മുജറദുൽ ഇർസാലിൽ ഗൈരി ബിമാ യൂസിലുഹു ഇലൈഹി, മറ്റൊരാളിലേക്ക് എന്താണോ എത്തിച്ചു കൊടുക്കേണ്ടത് അത്തരം ഒരു കാര്യം കൊണ്ട് അയാളിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഇർസാലിന്റെ അർത്ഥം, അല്ലാതെ വഹിയല്ല. ഇനി നമുക്ക് ഇവിടെ സംശയം വന്നേക്കാം. എന്ത് കൊൽത്ത, ഇത്രയും വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഒരു സംശയം വരുന്നുണ്ട്. നീ ചോദിക്കുകയാണെങ്കിൽ എന്ത് നഫിയു റുഖിയിൽ അംബിയായി റുഖിയഹു, ഇവിടെ പറഞ്ഞല്ലോ എന്ത് കൈഫാ തർഖാ റുഖിയകൽ അംബിയാഉ, മറ്റുള്ള അമ്പിയാക്കൾക്ക് നബിയെ അങ്ങ് കയറിപ്പോയതായിരിക്കുന്ന പദവി കയറാൻ കഴിയൂല എന്നാണ്. അവിടെ നഫിയുണ്ട്. മറ്റ് അമ്പിയാക്കളുടെ കേറലിനെ നബി ചെയ്തു. റുഖിയഹു നബി തങ്ങളുടെ കേറലിനെ നബി ചെയ്തു. അപ്പൊ കഴിയൂലെന്നല്ലേ? ഇങ്ങനത്തെ ഈ നഫി ലാ യസ്തൽജിമു, അത് ലാജിമാക്കൂലല്ലോ നഫിയ റുഖി റുസിലി റുഖിയഹു, നബിക്ക് കഴിയാത്തതുള്ളൂ. അപ്പൊ മുർസലായാൽ മുർസൽക്ക് നബി തങ്ങളുടെ ആ കയറ്റത്തിന് കയറാൻ കഴിയൂല എന്നതിന് നബി ലാജിമാക്കുന്നില്ലല്ലോ എന്ന് ചോദ്യം ചോദിച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? തസ്രീഹിം, അവര് വ്യക്തമാക്കിയതിന് വേണ്ടി അന്നൽ അമ്മ, നിശ്ചയമായിട്ടും അൽ അംബിയ ആമാണല്ലോ. ലാ ദലാലത്ത ലഹു, ആ അമ്മിന് അറിയിക്കലില്ല. അൽ അഹസ്സായ റുസിന്റെ മേൽ അറിയിക്കലില്ലല്ലോ. അപ്പൊ അമ്മായിട്ട് പറഞ്ഞു എന്ത് അൽ അമ്മു, എന്താണ് അമ്മയുടെ? അമ്പിയാക്കൾക്ക് ആർക്കും കയറാൻ കഴിയൂല, അവത് അമ്മാണ്. ആ ആമിനെ നഫി ചെയ്തു. ആ ആമിനെ നഫി ചെയ്തതോടൊപ്പം തന്നെ ആമിൽപ്പെട്ട ഒന്നല്ലേ റുസല്, ആ റുസലിനവിടെ കയറാൻ കഴിയൂല, അത് അഹസ്സല്ലേ. ആ അഹസ്സിന്റെ മേലിൽ ആമിന് വന്നതായ ആ നഫി ഒരിക്കലും ബാധകമാവൂലല്ലോ. അത് ഇസ്തിലാഹിന്റെ ഉസൂലിന്റെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയതല്ലേ എന്നാ. വൽ മുറാദു, ഉദ്ദേശിക്കപ്പെടുന്നത് ഇന്നമാ ഹുവ, നിശ്ചയമായിട്ടും അത് നഫിയു റുഖി കുല്ലി മിൻഹുമാ റുഖിയഹു, നബി തങ്ങളുടെ കേറലിന് ഈ പറഞ്ഞ അഹസും ആമെന്നുള്ള എല്ലാ ആൾക്കാരും ആർക്കും കേറാൻ കഴിയുകയില്ല എന്നുള്ളതാണല്ലോ. അങ്ങനെ വരികയാണ് എങ്കിൽ വലം തഫി ബിഹി ഇബാറത്തുഹു, അപ്പൊ കൈഫാ തർക്ക എന്ന് പറയുന്ന ഇബാറത്ത് ഈ പറഞ്ഞ മുർസലായ നബിയായ മറ്റുള്ളവരെ കേറലിനെ ഉൾപ്പെടുത്തുന്നില്ലല്ലോ. അപ്പൊ ഈ ഇബാറത്ത് പൂർത്തിയാകുന്നില്ലല്ലോ എന്നാണ് ചോദ്യമെങ്കിൽ കൊൽത്തു, അതിന്റെ മറുപടി ഞാൻ പറയാം. മംനൂൻ, നിങ്ങളെ ഈ വാദം എന്താണ്? ഈ പ്രയോഗം ശരിയല്ല, അത് തടയപ്പെട്ടതാണ്. ബൽ പിന്നെയോ ഹിയ വാഫിയത്തുൻ, ആ ഇബാറത്ത് പൂർത്തിയാക്കി വീട്ടിത്തരുന്നതാണ്. വീട്ടിത്തരുക മാത്രമല്ല ബൽ മുസർരിഹത്തുൻ ബിഹി, ഒരാൾക്കും നബി കയറിപ്പോയ പദവി കയറാൻ കഴിയൂല എന്നതുകൊണ്ടുള്ള നഫി, ആ നഫി കൊണ്ട് ആ ഇബാറത്ത് വ്യക്തമാക്കി തരുന്നതും കൂടിയാണല്ലോ. കാരണം അത് തെളിവുണ്ട് ഇവിടെ. ലി അന്ന ഖൗലുഹു, പാട്ടുകാരൻ പറഞ്ഞ വാക്കു നോക്കും, മാ തോവലത്തുക സമാഉ എന്നല്ലേ. മാ തോവലത്തുക സമാഉ എന്ന് പറയുമ്പോ തന്നെ അത് ശരീഹും ബി നഫി റുഖിയൽ കുല്ലി റുഖിയഹു, നബി തങ്ങളുടെ കേറിപ്പോകുന്ന പദവികൾക്ക് ഒരാൾക്കും കേറാൻ കഴിയില്ല എന്നതിൽ വ്യക്തമല്ലേ അപ്പറഞ്ഞത്. അപ്പൊ അർത്ഥം വെച്ചു നോക്കുക, എന്താ ഈ കൈഫാ തർക്കൽ അംബിയാഉ, മറ്റു അമ്പിയാക്കൾക്ക് നബി തങ്ങളുടെ റുഖിയത്തിന് കഴിയൂല, അങ്ങനെ കേറാൻ കഴിയൂല എന്നുള്ള നബി ഉൾപ്പെടുത്തൂല എന്നല്ല, ഉൾപ്പെടുത്തും. ആ അമ്പിയായിൽ മുർസലായ ആൾക്കാരും പെടും. യാ സമാഅൻ, ആകാശമേ എന്ന് പറഞ്ഞിട്ട് മാ താവലത്ത് ഹാസമാഉ, ആ റുഖിയത്തിന് നബിതങ്ങൾ കയറിപ്പോയ ആ പദവിക്ക് മറ്റൊരു ആകാശത്തിന് എന്താവുന്നില്ല, വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആർക്കും ആ റുഖിയത്ത് ഇല്ല എന്നുള്ളത് ആ ഇബാറത്ത് വ്യക്തമാക്കി തരുന്നുണ്ട് എന്നതിലേക്ക് തെളിവല്ലേ മാ തോവലത്ത് ഹാസമാ എന്നതാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ഹൈതമി തങ്ങൾ ആ സംശയം ചോദിച്ച ആൾക്ക് കൊടുക്കുന്ന മറുപടി. കമാ യുഅലമു മിമ്മാ യഅതി ബി ശറഇഹി, അത് അതിന്റെ മാ തോവലത്ത് ഹാസമാ എന്ന് പറയുന്നതിന്റെ ശറയിൽ വരുന്നതിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെയാണല്ലോ. കാരണം അന്ന നക്കിറത്ത, ഇവിടെ നക്കിറ ഫി ഹയ്യിദ് നഫി, നഫിയുടെ വേക്കിൽ വന്ന നക്കിറ എന്തിനുള്ളതാണ്? ഉമൂമിനുള്ളതാ. മാ താവലത്തുഹ, മാ താവലത്തുക എന്ന് പറയും മാന് ശേഷം വന്ന ആ താവലത്ത് ആ സമാഉൻ എന്ന് പറയുമ്പോൾ ആ താവലത്ത് എന്തിനാ? നക്കിറ
യാണ്, അത് നെക്കിറയാണ്. നബിയുടെ വെക്കിലുള്ളത് ഉമൂമിനുള്ളതാണ്, ആർക്കും കഴിയില്ലെന്നർത്ഥം. ഒഫി അന്നഹു അറാദാബിൽ അംബിയായി ഹുന. പിന്നെ ഇവിടെ അംബിയാ എന്ന് പറഞ്ഞു. ഈ അംബിയാ കൊണ്ടുള്ള ഉദ്ദേശം മാ യശ്മൽ റുസുല, അത് റുസുലിനെയും ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള ഒന്നാണ് അംബിയാ എന്നതിൽ. അല അന്നൽ മുഹഖിഖൽ കമാല ബിനുൽ ഹുമാം, മുഹഖിഖ് അൽ കമാല ബിനുൽ ഹുമാം എന്ന് പറയുന്ന ആള് നഖല മൂപ്പര് നക്കൽ ചെയ്തിട്ടുണ്ട്. ഫി മുസായിറത്തിഹി, തന്റെ മുസായിറത്തിൽ നക്കൽ ചെയ്ത് കാണാം. എന്ത്? അന്നൽ മുഹഖിഖീന, നിശ്ചയമായിട്ടും തഹഖീഖിന്റെ പണ്ഡിതന്മാർ, അല തറാദുഫിൻ നബി വർ റുസുലി, നബി എന്നതും റുസുലി എന്നതും തറാദുഫാണ്. മാന ഒന്ന്, ലഫ്ദുകൾ രണ്ട്. അപ്പൊ മാനയോട് യോജിച്ചു വരുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് മുഹഖിഖുൽ കമാൽ ബിനുൽ ഹുമാം എന്ന് പറയുന്നവർ തന്റെ മസായിറത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ അംബിയ കൊണ്ട് ഉദ്ദേശിക്കുന്നതിൽ ആരും പെടും? റുസുലി എന്നുള്ളത് ഉൾപ്പെടുത്താൻ കഴിയും. അപ്പൊ നമുക്ക് ഇവിടെ ബോസൂരി ഇമാം, അതല്ലേ നാളിം പാട്ടുകാരൻ, മഹാനവറുകൾ ആയേക്കാം. മിമ്മൻ ജറാദാലിക്ക, ഇങ്ങനെ കാണുന്ന ആളായേക്കാം. നബി റുസുല് രണ്ടും ഒരേ അർത്ഥത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പെടാമല്ലോ ഈ പദ്യം ഉപയോഗിച്ചത്. അപ്പൊ ഇങ്ങൊരു ചോദ്യമുണ്ട്. സറഹുൽ മിൻഹാജ് മറിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ അവിടെ നബി വേറെ റസൂല് വേറെ എന്ന് പറഞ്ഞിട്ടില്ലേ? വൈൻ കുന്തു റദത്തുഹു ബി സറഹുൽ മിൻഹാജി, സറഹുൽ മിൻഹാജിൽ ഞാൻ അതിനെ റദ്ദ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഇങ്ങനെയും വെക്കാം, അവിടെ വേറെ രൂപത്തിലാണ്. അവിടെ റദ്ദ് ചെയ്യാൻ കാരണം അല്ലെ മുഖാലഫത്തിഹി, ആ പറഞ്ഞത് രണ്ടും തറാദുഫായി വരിക എന്നുള്ളത് എതിരാണ്. എന്തിന്? അതിൽ അംബിയായി റുസുലി, അംബിയാക്കളുടെ എണ്ണം മുറുസലുടെ എണ്ണം, ഇതിനെക്കുറിച്ച് സ്വഹിയായ വ്യക്തമായ ഹദീസ് വന്നിട്ടുണ്ട്. അത്തരം ഹദീസുകൾ വെച്ച് നോക്കുമ്പോൾ ആ ഹദീസുകൾക്ക് എതിരാണല്ലോ നബിയും റുസുലും തറാദുഫാവുക എന്നുള്ളത്. അതുകൊണ്ടാണ് മിന്നാജിൽ ഞാൻ തട്ടിവിട്ടത്. ഇവിടെ ഇപ്പോ ഇങ്ങനെ വാക്കെടുത്താൽ തന്നെ അതേ അർത്ഥത്തില് ഉപയോഗിക്കാമെന്ന ഈ പറഞ്ഞ ആളുടെ അഭിപ്രായത്തിൽപ്പെട്ട ആളാവുമല്ലോ നമ്മുടെ നാലിമ്. ആ നിലക്ക് കൊണ്ടുവന്നതായിക്കൂടെ. വസയത്തി ബഅലുഹ, അതിന്റെ ചിലതൊക്കെ പിറകിൽ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇങ്ങനെയും വെക്കാം. വീണ്ടും ഫനഫിയുൽ ഹഖീഖത്തി, ഇവിടെ യഥാർത്ഥത്തിലുള്ള നഫി മുത്ലഖൻ. ഫനഫിയുൽ ഹഖീഖത്തി മുത്തലക്കൻ നിലക്ക്, അവിടെ മുർസലൊന്നുമില്ല, നബി എല്ലാം ഉൾപ്പെട്ടു. ആ നിലക്ക് ഹഖീഖത്തൻ നിലക്കുള്ള നഫി എന്ന് പറഞ്ഞാൽ നബിയുടെ ആ കേറൽ ഇവർക്ക് കയറാൻ കഴിയുന്നില്ല. ആ കേറൽ തന്നെ ആണ് നിഷേധിച്ചു, നഫി ചെയ്തു. ആ നഫി ഏതുപോലെയാണ്? കന്നുബൂവത്തില്ലെത്തി, അതൊരു നുബൂവത്ത് പോലെയാണ്. അല്ലത്തി, എങ്ങനത്തെ നുബൂവത്ത്? തളമ്മനഹ, ആ നുബൂവത്തി എന്നതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ ലഫ്ദുൽ അംബിയ ഈ ഹുന, ഇവിടെ പദ്യത്തിൽ പറഞ്ഞ അംബിയ എന്ന് പറയുന്ന ലഫ്ദ് തന്നെ നുബുവത്തി എന്നതിനെ ഉൾപ്പെടുത്തിയിട്ടില്ലേ? ആ നുബുവത്തി എന്ന് അംബിയ കൊണ്ട് കിട്ടുന്നത് പോലെ തന്നെ അവിടെ തർക്ക എന്ന് പറയുന്ന ആ മറ്റുള്ള അംബിയാക്കൾക്ക് ആർക്കും കയറാൻ കഴിയില്ല എന്നുള്ളത് എല്ലാത്തിനും ഉൾപ്പെടുത്തി. അപ്പൊ യസ്തൽസിമു നബിയുഹ മാ ഖൈദിഹ, അപ്പോൾ ഈ പറഞ്ഞ റഖീയത്തിന്റെ ഹഖീഖത്തിന് നഫി ചെയ്തത് ലാസിമാക്കുന്നു മാ ഖൈദിഹ, അതിന്റെ നിബന്ധന കൈത് കൊടുത്തിട്ടുണ്ട്. ആ കൈതോട് കൂടെ എന്താക്കി? നഫിയ ലാസിമാക്കുന്നുണ്ട്. വല അക്സല്ല, അക്സ് എന്തായാലും ലാസിമാവുകയില്ല. കമാ സർറഹു ബിഹി, അതുകൊണ്ട് വ്യക്തമായി പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ. നാലിമു, അപ്പൊ ഇവിടെ നാലിമു പറഞ്ഞത് എന്തായി? ശരിയായി വ്യക്തമായി. വലാ യസിഖു ദിക്റു റുസുലി, റുസുലി എന്ന് പറയാൻ അവിടെ പറ്റുകയില്ല. കൈഫാത്തറുസൂലു എന്ന് പറയാതെ അപ്പൊ എല്ലാം ഉൾപ്പെട്ടു. ആ ഉൾപ്പെടുമ്പോ യഥാർത്ഥ റുഖിയത്ത് ആർക്കുമില്ല, നബിക്ക് മാത്രമല്ലാതെ എന്ന ആശയം വരാൻ വേണ്ടിക്കൊണ്ടാണ് ഇങ്ങനെ തന്നെ നമ്മുടെ നാലിന് കൊണ്ടുവന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പല ദർജകളും പലതും വ്യാഖ്യാനിക്കാനുണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ല, ബാക്കി ഇൻഷാ അല്ലാഹ് ഇനി നാളെ നമുക്ക് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ.
നബിയെ കുറിച്ചുള്ള വർണ്ണനയാണ്, മദ്ഹാണ്. അതിന്റെ ഫലം നബി അള്ളാഹു തആല നമ്മൾ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ നിലയിലും നബിയെ സ്നേഹിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹുവിന്റെ പുറത്ത് മാപ്പാക്കി തരട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.